ഫോൺ. ഹലോ. Is it Bangalore 615759? Yes, you are right. Call from Ooty, sir. Call from Ooty. Mother, ഊട്ടിയിൽ നിന്ന് ഒരു കോളുണ്ട്. ഹലോ. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഓ മൈ ഗോഡ്. അയ്യോ എന്താ മദർ? മെറ്റി, നമ്മുടെ പാർലറിലെ പോർച്ചുഗീസ് ചാൻഡലർ ആരോ കക്കാൻ ശ്രമിച്ചു. കക്കലും മോട്ടിക്കലും ഒക്കെ ഇപ്പൊ സർവ്വസാധാരണമല്ലേ? ഓ ഗോഡ്. എന്താ മെറ്റി? അവൻ ജന്നൽ കമ്പി വളച്ച് അകത്ത് കയറാൻ ശ്രമിച്ചു. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചെന്തോ തലപോകുന്ന കാര്യമായിരിക്കുന്നു. நீங்க கவலைப்பட வேண்டாம் மதர், அவன் அரெஸ்ட் பண்ணியாச்சு. அவன் பேர் குரியாக்கோஸ். അവനെ അറസ്റ്റ് ചെയ്തു മെറ്റി. അവന്റെ പേര് കുര്യാക്കോസ്. அவன் ஒரு பயங்கரமான திருடன். இதுக்கு முன்னாடி அவன் நிறைய இடத்துல திருடி இருக்கான். எவ்வளவு கேட்டாலும் உண்மையே சொல்ல மாட்டேங்கிறான். அவன் முகத்தை பார்த்தாலே அவன் ஒரு பெரிய திருடன் தெரியுது மதர். அவன் முழிக்கிற மொழியே சரியில்லை. ആരാ? എന്താ കാര്യം? ഊട്ടിയിലെ സർക്കിൾ ഇൻസ്പെക്ടറെ കള്ളനെ പിടിച്ചു. സാർ, ഇതെല്ലാം ഒരു ചിന്ന വിഷയം തന്നെ. അതുക്കായ നീങ്ക അവനെ ഒന്നും പണ വേണ്ട. പറ്റില്ല. അവനെ നല്ല നാല് ഇടി ഇടിങ്ങോ. அவனை இடிக்கணும், அவ்வளவுதானே. அத நான் பாத்துக்கிறேன். ஆமா, நீங்க யாரு? ഞാൻ മിസ് ടീച്ചർ മെറ്റിൽഡ. மெட்டில்டாவா? യു ടു മെറ്റി. டீச்சர், அவன் யூ2 மெட்டின்னு சொல்றான். അയ്യോ മദർ, അവൻ എനിക്കിട്ടും വെച്ചിട്ടുണ്ടെന്ന്. നിർത്ത്. നമ്മൾ ഉടനെ അങ്ങോട്ട് വരുന്നു പറഞ്ഞ് ഫോൺ വെക്കാം. എന്നാ നാങ്ക വാങ്ങയ്യ. മിസ്റ്റർ വിജയഭാസ്കർ, ഞങ്ങൾക്ക് ഉടനെ തന്നെ പോണം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. അടുത്ത ട്രെയിൻ അല്ലെങ്കിൽ ബസ്. ബസ് ടിക്കറ്റ് റെഡി. ബസ് ടിക്കറ്റ് എന്തിനു നേരത്തെ മേടിച്ചു വെച്ചു? അല്ല, പെട്ടെന്ന് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പോകേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചു. ഓ ഹൗ സ്വീറ്റ്. താങ്ക് യു. Welcome. മെറ്റി, നമുക്ക് പോകാം. റെഡി. രക്ഷപ്പെട്ടു അല്ലേ? എവിടെ രക്ഷപ്പെട്ടു? ഇനി കുര്യാക്കോസിനെ രക്ഷപ്പെടുത്തണ്ടേ? മദറൊക്കെ അവിടെ എത്തുന്നതിന് മുമ്പ് ആരെയാ ഒന്ന് പിടിക്കുക. வாங்க வாங்க. வணக்கம் சார், மன்னிக்கணும் சார், ஆளை மாத்தி அடிச்சிட்டேன். ஐயா இவ்வளவு பெரிய ஆளுன்னு எனக்கு தெரியாது. இந்த ட்ரெஸ்ஸ போட்டுக்கங்க. இந்த காக்கி Dress மாறிட்டு இந்த Dress நீ போடு. சார் சார் ப்ளீஸ் இத போட்டுக்கங்க சார். போட மாட்டேன் பொட்டா. சார் இப்படியே போனீங்கன்னா அசிங்கமா இருக்கும் சார். இந்த Dress இந்த போட்டுக்கங்க சார். Dress വേണ്ട, ഒന്നും വേണ്ട. இந்த നിക്കറോടെ എനിക്ക് ബാംഗ്ലൂർക്ക് പോണം. എന്നെ അമിച്ചവനെ എനിക്കൊന്ന് பார்க்கணும். அப்படி சொல்லாதீங்க சார். പിന്നെ ഞാൻ എപ്പടി சொல்லണ്ട സോമ്പേരി? சார் ഹലോ. കുട്ടാ, ആരാ കുട്ടാ കുട്ടികളോടൊപ്പമുള്ള ആ പെണ്ണ്? എന്താ അതിന്റെ പേര്? എവിടെയാ അതിന്റെ വീട്? അത് ഞാൻ വെറുതെ ഒന്ന് നിർത്തി നോക്കിയതാണമ്മേ, പിള്ളേർക്ക് വേണ്ടി. വീട് ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. പേര് ഹേമാന്നാ? അതെ. സ്കൂൾ തുറക്കുന്നവരേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അങ്ങ് പോകും. വേറെ എന്തുണ്ടമ്മേ വിശേഷം? ആ കുട്ടി അനുവിന്റെ സുധിയുടെ അമ്മയ്ക്ക് പകരാവോ? കുട്ടാ? ആകുമെങ്കില് നീ അവളെ... അമ്മയ്ക്ക് എന്നെ അറിയില്ലേ? നന്നായിട്ട് അറിയില്ലേ? പിന്നെന്തിനാ വെറുതെ? വെക്കട്ടെ. മമ്മി, ഡാഡി ഇന്നലെയും വന്നില്ല, ഇന്നും വന്നില്ല. എന്താ മമ്മി കാര്യം? അറിയില്ല. നാളെ വരും. എങ്ങനെ അറിയാ? മറ്റന്നാ സ്കൂൾ തുറക്കുകയല്ലേ, നമ്മളെ കൊണ്ടുവിടാൻ നാളെ വരും. നേരാണോ മമ്മി? നേരാണ്. വരും, തീർച്ചയായും വരും. ഇന്ന് നമ്മൾ പിരിയാണ്. ഇനി ഒരിക്കലും തമ്മിൽ കാണില്ല. കുട്ടികളുമായും കാണരുത്. എന്താ 2 ദിവസം വരാഞ്ഞ്? ഒന്നില്ല,
എന്നോടും എൻ്റെ കുട്ടികളോടും ഹേമ ചെയ്യുന്ന ഉപകാരത്തിന് എനിക്ക് നന്ദിയുണ്ട്. പക്ഷേ ഈ ഉപകാരം ഒരു മാനസിക ബാധ്യതയായി തീരരുന്നുണ്ട് എനിക്ക്. അതുകൊണ്ട് പിരിയുമ്പോൾ കണക്കുകൾ തീർത്തിട്ട് പിരിയണം. അതിന് എന്തെങ്കിലും പ്രതിഫലം ഹേമ വാങ്ങിയേ തീരൂ. അത് എത്ര വലുതാവുന്നോ അത്രയും നല്ലത്. പണമാണോ ഉദ്ദേശിക്കുന്നത്? അതല്ലാതെ വെറും തരാൻ ഒക്കില്ലല്ലോ. ഒക്കും. എനിക്ക് വേണ്ട പ്രതിഫലം തരാൻ നിങ്ങൾക്കൊക്കും. ഒരു വലിയ പ്രതിഫലം. എന്താ അത്? എല്ലാ അഹങ്കാരവും മറന്ന് കാലിൽ വീണ് കേണപേക്ഷിച്ചായാലും അവരുടെ മമ്മയെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണം. അത് നിർബന്ധം. എന്തൊക്കെയോ വാശിക്ക് നിങ്ങൾ പറിച്ചെടുക്കുന്ന ആ കുട്ടികളുടെ ബാല്യം ഉണ്ടല്ലോ, അമ്മയില്ലാതെ വെറുതെ പോകുന്ന ആ ബാല്യം, അതിനി ഒരിക്കലും തിരിച്ചു കൊടുക്കാനാവില്ല നിങ്ങൾക്ക്. അനുവിനും സുധിക്കോ അവരുടെ മമ്മിയെ കൊണ്ടു കൊടുക്കോ? എത്രയും പെട്ടെന്ന് കൊടുക്കോ? കൊടുക്കാം. വാക്കാ? വാക്ക്. താങ്ക് യു. താങ്ക്സ് ലോട്ട്. ഡാഡി വന്നു. ഇനി നമ്മൾ പോവാ സ്കൂളിലേക്ക്. ഈ മമ്മി നിങ്ങൾക്കൊരു നല്ലത് ചെയ്തിട്ടുണ്ട്. എന്താ അത്? ഇപ്പോഴൊന്നും ചോദിക്കരുത്. എപ്പോഴെങ്കിലും നിങ്ങളതറിയും. എന്താ അത്? പറ. ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങളത് അറിഞ്ഞോളും. ശരി, റെഡിയാവും, പോവാ. എന്ത് പറ്റി? வண்டி போகாது சார், ரோடு எல்லாமே பிளாக் ஆயிருக்கு. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. നിങ്ങളുടെ നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനും നോക്കിട്ട് വരാം. என்னாச்சு? ரோடெல்லாம் பிளாக்கா இருக்கே. இன்னைக்கு மத்தியானம் ஊட்டியில பயங்கரமான சைக்ளோன் சார். பெரிய பெரிய மரம் எல்லாம் விழுந்துருச்சு. இங்க இருந்து யாரும் அங்க போக முடியல, அங்க இருந்து யாரும் இங்க வர முடியல. ஆமா, நீங்க எங்க போனோம்? இல்ல, பசங்களை ஸ்கூல்ல விடணும். ஸ்கூல் எல்லாம் க்ளோஸ் பண்ணிருக்கு சார். இன்னும் ஒரு வாரம் கழிச்சு தான் திறப்பாங்க. சாயந்தரம் பேப்பர்ல படிக்கலையா? എന്താ ചെയ്യാ? എന്ത് ചെയ്യണം? ഇവരറിയുമ്പോ കുട്ടികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. ഒരാഴ്ച കൂടെ കിട്ടിയല്ലേ അവർക്ക്. അതുകൊണ്ട് ഒരാഴ്ച കൂടെ നിൽക്കണമെന്ന് ഹേമയെ ഞാൻ നിർബന്ധിക്കില്ല. പക്ഷേ ഹേമയ്ക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ അപേക്ഷിക്കും, യാചിക്കും. പറ്റില്ല, ഇനി പറ്റില്ല. എനിക്ക് പോണം, പോയേ തീരൂ. ഇന്ന് 9-ാം തീയതിയാണ്. ഇപ്പോ ഇവിടെ വെച്ച് പിരിയാണ് ഞാൻ, എന്നേക്കുമായി. നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും തരാനായി ഇനി എന്റെ കയ്യിൽ സമയമില്ല. എനിക്കുണ്ടൊരു ജീവിതം. അവിടെ എന്നെ സ്നേഹിക്കുന്നവരുണ്ട്, ഞാൻ സ്നേഹിക്കുന്നവരുണ്ട്. പോണം. ആലോചിക്കാം. തിരികെ പോയി സമാധാനമായിട്ട് ആലോചിക്കും. വരും. ഇല്ല, വരില്ല. പറഞ്ഞല്ലോ, പോവുകയാണ് ഞാൻ. ഇല്ല, ഹേമയ്ക്ക് പോകാനാവില്ല. എന്നെ എന്റെ കുട്ടികളെ ഈ വഴിവെക്കിൽ വിട്ടിട്ട് ഹേമയ്ക്ക് പോകാനാവില്ല. ഞാൻ സമ്മതിക്കില്ല. എന്നെ പിടിച്ചു വെക്കുവോ? പിടിച്ചു വെക്കാൻ ഞാൻ നിങ്ങളുടെ ആരാ? പറ, ഞാൻ നിങ്ങളുടെ ആരാ? ശരി, ഹേമയ്ക്ക് എവിടാ പോകുന്നു? എങ്ങോട്ടാ പോകുന്നത്? പറ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട. ഞാനിനി നിൽക്കുന്ന ഓരോ നിമിഷവും ആ കുട്ടികളുടെ അമ്മയെ അവരിൽ നിന്ന് ഞാനായിട്ട് അകറ്റി നിർത്താവും. അതിനി ഉണ്ടാവില്ല. ഹേമേ, അഹങ്കാരം കാണിക്കല്ല. നിങ്ങളുടെ കുട്ടികളുടെ അമ്മയ്ക്ക് എളുപ്പം വരാനായി വഴി ഒരുക്കുകയല്ല. ഞാൻ പോകുന്നത് എന്റെ ജീവിതത്തിലേക്കാ. അവിടെ നിങ്ങൾ ആരുമല്ല, ആരും. ആ ഇരുളിലേക്ക് ഞാൻ മറയുമ്പോ അല്പമെങ്കിലും മാന്യത ബാക്കിയുണ്ടെങ്കിൽ തിരികെ വിളിക്കരുത്, പ്ലീസ്.
സുധി, അനു, രണ്ടു ദിവസം ഡാഡി ഞങ്ങളെ കാണാൻ വന്നേ ഇല്ല. ഇപ്പൊ ഡാഡി വന്നപ്പോ ഡാഡിയോട് വഴക്കിട്ട് മമ്മി പിന്നെ പോവാണല്ലേ? മമ്മി പോവണ്ട. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ എല്ലാരും ഇങ്ങനെയൊക്കെ? എന്തിനാ എന്നോട് വീണ്ടും വഴക്കിട്ട്? കുട്ടികൾ സങ്കടപ്പെട്ടത് കണ്ടിട്ട്